കോഴിക്കോട് നടന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനത്തിന് തിങ്കളാഴ്ച സമാപനമായി. പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോടായിരുന്നു COA 14ാം സംസ്ഥാന സമ്മേളനം. പൊതുസമ്മേളനം എളമരം കരീം MPയും പ്രതിനിധി സമ്മേളനം മുൻമന്ത്രി TP രാമകൃഷ്ണൻ MLAയും ഉദ്ഘാടനം ചെയ്തു. തളി ജൂബിലി ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രവീൺ മോഹനാണ് COA സംസ്ഥാന പ്രസിഡന്റ്. PB സുരേഷ് ജനറൽ സെക്രട്ടറിയായും ബിനു ശിവദാസ് ട്രഷററായും സ്ഥാനമേറ്റു. M മൻസൂർ, VS ജ്യോതികുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും PSCB നിസാർ കോയാപറമ്പിൽ എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ആലപ്പുഴ ജില്ലയിൽ നിന്നും സുമേഷ് കോയിത്തറ, പ്രദീപ് കുമാർ ചാരുമൂട്, ജെയിംസ് പള്ളിപ്പുറം, സുരേഷ് ബാബു ചേർത്തല എന്നിവരാണ് പുതിയതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയത്. 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 63 അംഗ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചുമതലയേറ്റത്. കേബിൾ TV ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് COA 14ാം സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്നതാണ് കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേന്മയെന്ന് മന്ത്രി VN വാസവൻ. 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക മാത്രമല്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യും. എല്ലായ്പ്പോഴും ഭരണരംഗത്ത് ജനാധിപത്യം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിനിയോഗിക്കുമ്പോൾ ജനങ്ങളെ എപ്പോഴും കൂടെ നിർത്തി ജനങ്ങളാണ് യജമാനന്മാരെന്ന് കണ്ട് ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്ന സങ്കല്പവും അർത്ഥപൂർണമാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ അവാർഡ് ജേതാക്കളാക്കി മാറ്റുന്നത്. ഏതൊരു ആശയവും നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആശയത്തെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് അത് എത്തിച്ചേരും. ആ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒപ്പം ജനങ്ങളും ഒരുമിച്ച് ചേരണം. അങ്ങനെ ഉന്നതമായ പ്രവർത്തന ശൈലികൾ ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റെടുക്കുന്ന ദൗത്യം പൂർണ്ണതയിലെത്തിക്കാനുള്ള നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും അർപ്പണബോധത്തിലുള്ള പ്രവർത്തനവും ഒക്കെ ഒരുമിക്കുമ്പോഴാണ് അവാർഡിലേക്ക് നമ്മൾ എത്തിച്ചേരും. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായിരുന്നു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PV സുനിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ K മേനോൻ, DPC അംഗങ്ങൾ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു, തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അനുമോദനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK രഞ്ജിത്തും സെക്രട്ടറി K ശ്രീകലയും ചേർന്ന് മന്ത്രി VN വാസവനിൽ നിന്ന് ഏറ്റുവാങ്ങി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിനുള്ള അനുമോദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവലും സെക്രട്ടറി ശ്രീകുമാർ S കൈമളും ചേർന്ന് ഏറ്റുവാങ്ങി. ജില്ലാതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോനും സെക്രട്ടറി TR രാജശ്രീയും, 2ാം സ്ഥാനം നേടിയ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശിയും സെക്രട്ടറി T ജിജിയും അനുമോദനം ഏറ്റുവാങ്ങി. സംസ്ഥാനതലത്തിൽ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2ാം സ്ഥാനം നേടിയ വൈക്കം നഗരസഭയ്ക്ക് വേണ്ടി നഗരസഭാധ്യക്ഷ പ്രീത രാജേഷും സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണനും അനുമോദനം ഏറ്റുവാങ്ങി. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2023-24 വർഷത്തെ വാർഷിക പദ്ധതി അവലോകനവും നടത്തി. കൃഷിമന്ത്രി P പ്രസാദും സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലും കുട്ടനാട്ടിലെ നെൽകർഷകരുമായി സംവദിക്കാനെത്തിയത് പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള നാടകമായിരുന്നെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് ഇബ്രഹാം. കർഷകരുടെ പ്രശ്നങ്ങൾ പുതുതായി പഠിക്കാനെത്തിയതാണോ മന്ത്രിമാരെന്നും അദ്ദേഹം ചോദിച്ചു. ഇടതുമുന്നണി ഭരണത്തിലേറി കഴിഞ്ഞ 7.5 വർഷമായിട്ടും കർഷകരുടെ യാതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് ജേക്കബ് എബ്രഹാം പറഞ്ഞു. പാർലമെന്റ് ഇലക്ഷന് CPI സ്ഥാനാർത്ഥിക്ക് കുട്ടനാട്ടിൽ വന്ന് വോട്ട് ചോദിക്കാൻ പ്രയാസം നേരിടും. ഇതിനു പരിഹാരം കാണാനാണ് CPI മന്ത്രിമാർ പുതിയ പ്രഖ്യാപനങ്ങളുമായി വന്നതെന്നും ജേക്കബ് എബ്രഹാം വിമർശിച്ചു.
കിടങ്ങറയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIയുടെ 2 മന്ത്രിമാർ പാർലമെൻറ്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടനാട്ടിൽ വന്ന് നടത്തിയ ചില പ്രഖ്യാപനങ്ങളാണ് ഇന്നലത്തെ KCV വാർത്തകളുടെ പ്രധാന വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. കൃഷിമന്ത്രിക്കും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും തന്നെ ഒരു നിശ്ചയമില്ല എത്ര പ്രാവശ്യം അവർ കുട്ടനാട്ടിൽ വന്നിട്ടുണ്ടെന്നോ എത്ര പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ അവർക്ക് യാതൊരു വിവരവും ഇല്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരിക, ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വരിക, കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുക, ഒന്നും നടപ്പിലാക്കാതിരിക്കുക, തിരിച്ചു പോവുക. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നു. കുട്ടനാട്ടിലേക്ക് CPIയുടെ സ്ഥാനാർത്ഥിക്ക് പ്രവേശിക്കണമെങ്കിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് കുട്ടനാട്ടിലെ കർഷകരും കാർഷിക മേഖലയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് വന്നിട്ട് പറയുന്നു, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഉടനെ ചെയ്യാം, 2 ആഴ്ചക്കുള്ളിൽ ചെയ്യാം, ഞങ്ങൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മന്ത്രി, ഞങ്ങൾക്ക് ഇനി ആ ഒരു ഉറപ്പൊന്നും കിട്ടണ്ട. ഞങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളല്ലേ കഴിഞ്ഞ 7 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് എന്നതാ, ഞങ്ങളുടെ നെല്ല് സംഭരിച്ചാൽ ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ നെല്ലിൻ്റെ വില കിട്ടണം. കൊയ്ത്ത് ആരംഭിക്കുമ്പോൾ സ്ഥിരം നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇക്കുറിയും മന്ത്രിമാർ നടത്തിയത്. പ്രഖ്യാപനങ്ങൾ മന്ത്രിമാർ സ്വയം എഴുതിയെടുക്കണമെന്നും അടുത്ത പ്രാവശ്യം അതൊന്ന് മാറ്റിപ്പറയാൻ ഇത് സഹായകമാകുമെന്നും ജേക്കബ് എബ്രഹാം പരിഹസിച്ചു. കുട്ടനാട്ടിലെ നെൽകർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മന്ത്രിമാർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ പുതിയ സംവാദത്തിനെത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. കർഷകർക്ക് വേണ്ടത് പ്രഖ്യാപനങ്ങളല്ലെന്നും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നടപടികളാണെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. നെല്ല് സംഭരണത്തിന് റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തി സംഭരണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ നെല്ലുവില നൽകുക, PRS വായ്പാ സംവിധാനം ഇല്ലാതാക്കുക, കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ചേർത്ത് നെല്ലുവില 32 രൂപയായി ഉയർത്തുക, ഹാൻഡ്ലിംഗ് ചാർജ് വർദ്ധിപ്പിക്കുക, സബ്സിഡികൾ യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ് കർഷകർക്ക് വേണ്ടതെന്നും ജേക്കബ് എബ്രഹാം വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ പുഞ്ചക്കൊയ്ത്തിന് തുടക്കമായി. തുരുത്തി ഈരേത്ര ഇഞ്ചൻ തുരുത്ത് പാടശേഖരത്തിലായിരുന്നു കൊയ്ത്ത് ഉദ്ഘാടനം. കൊയ്ത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. കർഷകർക്ക് കൂടി ബോധ്യപ്പെട്ട് ആവശ്യമെന്ന് കണ്ടാൽ മാത്രമേ നെല്ലെടുക്കുന്ന സമയത്ത് കിഴിവ് കൊടുക്കാൻ പാടുള്ളൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA കർശന നിർദ്ദേശം നൽകി. കിഴിവെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാകാനേ പാടില്ല. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായി ആലോചിച്ച് കൃഷിക്കാർക്ക് അത് അനുവദനീയമാണ് അല്ലെങ്കിൽ ന്യായമാണ് എന്ന് കൃഷിക്കാർക്ക് തോന്നിയാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പാടി ഓഫീസറോ മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥന്മാരോ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു മില്ലിൻ്റെയോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ ശക്തമായ നടപടികളുണ്ടാകും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെയുള്ള ഏജന്റുമാരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാടി ഓഫീസർ നിർബന്ധമായും അങ്ങനെ വന്നാൽ ഞാൻ തന്നെ നേരിട്ട് അത് മോണിറ്റർ ചെയ്യും. അല്ലെങ്കിൽ പാടി ഓഫീസർക്ക് മേലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്രൊഡക്ഷൻ കമ്മീഷണറെ കൊണ്ട് ഇടപെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിലും കൃഷിക്കാരെ ചൂഷണം ചെയ്യാതെ. കൊയ്ത്തിന് മുന്നോടിയായി MLA കൃഷിക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പാടി ഓഫീസറുടെയും യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കൊയ്ത്ത് നടത്തേണ്ട പാടശേഖരങ്ങളുടെ പേരും കൊയ്യേണ്ട തീയതിയും തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 400 ഏക്കറുള്ള പാടശേഖരം ആദ്യം കൊയ്തു തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ, പാടശേഖര സമിതി പ്രതിനിധികൾ, കർഷകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ടയുടെ 38ാമത് ജില്ലാ കളക്ടറായി S. പ്രേംകൃഷ്ണൻ IAS ചുമതലയേറ്റു. തിങ്കളാഴ്ച വൈകുന്നേരം 3:30 കളക്ടറേറ്റിലെത്തിയ ജില്ലാ കളക്ടറെ ADM സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കളക്ടർ A. ഷിബു പുതുതായി ചുമതലയേറ്റ ജില്ലാ കളക്ടറിന് ചുമതല കൈമാറി. തെരഞ്ഞെടുപ്പ്, ടൂറിസം, തീർത്ഥാടനം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം തുടങ്ങി ജില്ലയുടെ എല്ലാ പ്രധാന മേഖലകളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് ചുമതല ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു. പശ്ചാത്തല സൗകര്യങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് പ്രത്യേക മുൻതൂക്കം നൽകുമെന്നും ജനങ്ങളും ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ജില്ലയുടെ കളക്ടർ എന്ന രീതിയിൽ
ഞാൻ ചുമതലയേൽക്കുമ്പോഴത്തേന് തീർച്ചയായിട്ടും വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി തന്നെ നമുക്ക് ഇലക്ഷൻസ് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കണം. അതിന് ബാക്കിയുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും ബാക്കി കോർഡിനേഷൻസ് എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല അതൊരു വലിയ ഫോക്കസാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ധാരാളം ട്രൈബൽ ഏരിയാസ് ഉണ്ട്. അത് നമുക്കൊരു അവരുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഒരു ഫോക്കസ് ഏരിയ എടുക്കണം. ടൂറിസം തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. ഇന്ന് ഇപ്പം നമുക്ക് തന്നെ പല ഡെസ്റ്റിനേഷൻസും പല ഫിലിമിലൂടെ പോലും നമ്മൾ ഫേമസ് ആയ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പക്ഷേ അതിലൊന്നും ഇപ്പോഴും ഒരു പ്രോപ്പർ ഫോക്കസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ടൂറിസം സെക്ടർ നമുക്ക് കൃത്യമായൊരു ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി റോഡുകളുടെ കാര്യമായിക്കോട്ടെ, ബാക്കി ബിൽഡിങ്സ് അത്തരം കാര്യങ്ങളായിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും നമുക്കൊരു ഫോക്കസ് ഏരിയ ആയിട്ട് എടുക്കാം. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു പ്രേംകൃഷ്ണൻ IAS. ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ അധിക ചുമതലയും നിർവഹിച്ചിരുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. 2017 ബാച്ച് IAS ഓഫീസറായ പ്രേംകൃഷ്ണൻ തൃശൂർ അസിസ്റ്റന്റ് കളക്ടറായാണ് സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് ദേവികുളം സബ് കളക്ടർ, മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. ബിടെക് ബിരുദധാരിയായ ഇദ്ദേഹം ഇൻഫോസിസിലും BSNLലും എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ അഞ്ജു ശിവദാസാണ് ഭാര്യ. മകൾ വൈഗ കൃഷ്ണ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കാനെത്തിയത്. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ പുതിയ OP രജിസ്ട്രേഷൻ ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചു. രജിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും OP കമ്പ്യൂട്ടർ വൽക്കരിച്ചതിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA നിർവഹിച്ചു. കോട്ടയം ജില്ലയിൽ നിന്നു മാത്രമല്ല പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിൽ നിന്നും ചികിത്സ തേടിയെത്തുന്നവർക്കും ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി വലിയ ആശ്രയമാണെന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. ഇത് മുന്നിൽ കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഓർത്തോ ബ്ലോക്കിന്റെ നിർമ്മാണവും കിഫ്ബി പദ്ധതി ചെലവഴിച്ചുള്ള പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 8 നിലകളിലേക്ക് പുതിയ ആശുപത്രി പണിയാനുള്ള അതിൻ്റെ ഭരണാനുമതി കിട്ടി. ഇനി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് ഇവിടെ സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കി നമ്മുടെ ആശുപത്രിയിലെ കൃത്യമായി ഇവിടെ ഇപ്പം ഒരു മണമില്ല. ആശുപത്രി വന്ന ക്ലീനാണ്. പണ്ട് നമുക്ക് ആശുപത്രി കാല് കുത്താൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ പത്രക്കാരോട് ഇരിപ്പോൾ ഏറ്റവും വലിയ പരാതി, കഴിഞ്ഞ HMC മീറ്റിംഗിൽ അവരോ പറയുന്നത് കേട്ടു, ഇവിടെ എന്താ ഉണ്ടായത്. ഇവിടെ ഉണ്ടായ ഒറ്റ കാര്യമുള്ളൂ. ആരാണ് അവിടെ കമൻറ്റ് പറഞ്ഞു, ഇവിടെ 2.5 വർഷം കൊണ്ടല്ലോ ഉണ്ടായോ. ഇവിടെ ഓരോ ദിവസവും പല പല കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന രോഗികൾക്ക് കൃത്യമായി സേവനം ചെയ്യുവാൻ, അവർക്ക് ആശ്വാസം എത്തിക്കുവാൻ ഡോക്ടർമാരും നേഴ്സുമാരും മറ്റ് അനുബന്ധ സ്റ്റാഫും ഓഫീസും ഒക്കെ നിതാന്ത ജാഗ്രത പുലർത്തി പെരുമാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ OP രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ബ്ലോക്കിന്റെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ OP രജിസ്ട്രേഷൻ ബ്ലോക്ക് നിർമ്മിച്ചത്. ഇവിടെ 4 കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് പ്രവേശിക്കാൻ റാമ്പും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. OP കമ്പ്യൂട്ടർ വത്കരണത്തിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ വഴി പ്രിന്റ് ചെയ്ത OP ടിക്കറ്റാകും ഇനി ലഭിക്കുക. ചികിത്സ തേടിയെത്തുന്നവരുടെ പേര്, മറ്റ് വിവരങ്ങൾ രേഖപ്പെടുത്തി ടോക്കൺ നമ്പർ ഉൾപ്പെടെ പ്രിന്റ് ചെയ്ത ടിക്കറ്റാകും വിതരണം ചെയ്യുക. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ബീന ജോബി അധ്യക്ഷയായിരുന്നു. നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ എൽസമ്മ ജോബ്, ജനറൽ ആശുപത്രി സൂപ്രണ്ട് BK പ്രസീദ, DPM വ്യാസ് സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PA നിസാർ, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ KC ജോസഫ്, ലാലിച്ച കുന്നിപ്പറമ്പിൽ, ജോസുകുട്ടി നെടുമുടി തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം അമ്പലപ്പുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ അദ്വൈതാശ്രമ സർവമത സമ്മേളന ശതാബ്ദി സന്ദേശ വിളംബര ജാഥയ്ക്ക് സ്വീകരണം നൽകി. തുമ്പോളി SN ഗുരുമന്ദിര ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു കൊടുക്കുവാനുള്ള ചേതോ വിചാരമാണ്. ഏഷ്യയിലെ ആദ്യം, ലോകത്തിലെ 2ാമത്
അന്ന് ഇന്ത്യയിലുള്ള വിവിധ സമുദായ നേതാക്കന്മാരെല്ലാം വിളിച്ചു വരുത്തി അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ആരായുകയും അവരുടെ എല്ലാം മതങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ വിശ്വാസങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിലും ഉയർത്തിയിൽ എടുക്കുന്നതിൽ നിന്ന് ഒരു സന്ദേശം എല്ലാ മതങ്ങളുടെ സാരം ഒന്നാണ് എന്ന് ഗുരു കണ്ടെത്തി ആ എല്ലാ മതങ്ങളുടെ സാരം ഒന്ന് കണ്ടെത്തി അത് അന്ന് അവസാനം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഗുരു നീങ്ങാതുണ്ട്? പക്ഷെ മതദ്വേഷം തന്നെയാണ് കാരണം. ആ കാരണത്തെ പറ്റി ആരും പറയാറില്ല. കായംകുളം പുതുപ്പള്ളി തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരിയിൽ നിന്നുമാണ് സന്ദേശ വിളംബര ജാഥ പുറപ്പെട്ടത്. ശിവഗിരി മഠം മുൻ മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദയാണ് വിളംബര ജാഥ നയിക്കുന്നത്. സ്വീകരണ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് അധ്യക്ഷനായിരുന്നു. വിശുദ്ധാനന്ദ സ്വാമികൾ ശതാബ്ദി സന്ദേശം നൽകി. യോഗം കൗൺസിലർ പി ടി മന്മഥൻ, യോഗം ബോർഡ് മെമ്പർ കെ പി പരീക്ഷിത്, യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ, വൈസ് പ്രസിഡന്റ് ബി രഘുനാഥ്, കൗൺസിലർ എം രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ പൂർണ്ണ മലയാള വ്യാകരണ ഭാഷാ ഗ്രന്ഥകർത്താവായ റവറൻ ജോർജ് മാത്തന്റെ 154-ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. തലവടി ആനപ്രമ്പാൽ പവർ ലാൻഡിൽ റവറൻ ജോർജ് മാത്തൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് മേഖലാ ഓർഗനൈസർ പാസ്റ്റർ ബാബു തലവടി ഉദ്ഘാടനം ചെയ്തു. 154 വർഷങ്ങൾക്ക് മുൻപ് മലയാള വ്യാകരണ ഭാഷയ്ക്ക് ഒരു ഗ്രന്ഥം തയ്യാറാക്കുക മാത്രമല്ല, വ്യാകരണ ഭാഷയ്ക്ക് രൂപകൽപ്പന നൽകുകയും അതിൽ നിലവിൽ വരുത്തുകയും ചെയ്ത മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ പ്രിയ അച്ഛൻ. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നാം മറക്കുന്നവരാണ്. പല മലയാളക്കരയിൽ പല സംഭാവനകൾ നൽകിയിട്ടുള്ള വളരെയധികം പ്രതിഭകൾ കഴിഞ്ഞ നാളുകളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. സമിതി പ്രസിഡന്റ് പ്രകാശ് പനവേലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള, ട്രഷറർ തോമസ് കുട്ടി ചാലുങ്കൽ, അലക്സ് നെടുമുടി, അലക്സ് കാരണവർ, അനീഷ് മാത്യു പത്തിൽച്ചിറ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ടയിലെ കിടങ്ങന്നൂർ എന്ന സ്ഥലത്ത് തിരുവിതാംകൂർ രാജഭരണം നിലവിലിരുന്ന കാലത്ത് പുത്തൻകാവിൽ കിഴക്കേ തലയ്ക്കൽ മാത്തൻ തരകന്റെയും അന്നാമ്മയുടെയും മകനായി 1819 സെപ്റ്റംബർ 25-നാണ് ജോർജ് മാത്തൻ ജനിച്ചത്. മാതൃഭാഷയെ കൂടാതെ സുറിയാനി, ഇംഗ്ലീഷ്, ഗ്രീക്ക്, ഹീബ്രു, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഹിന്ദുസ്ഥാനി ഭാഷകളിലെ പണ്ഡിതനും മലയാഴ്മയുടെ വ്യാകരണം, സത്യവേദഖേടം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് റവറൻ ജോർജ് മാത്തൻ. ആദ്യ പൂർണ്ണ മലയാള വ്യാകരണ ഭാഷാ ഗ്രന്ഥകർത്താവുമായിരുന്ന അദ്ദേഹത്തിൻ്റെ കബറിടം തലവടി കുന്തിരിക്കൽ സെന്റ് തോമസ് CSI പള്ളി അങ്കണത്തിലാണ്. വനിതാ സംരംഭക കൂട്ടായ്മ വീസോ പിങ്ക് ബാസ്ക്കറ്റ് പദ്ധതി മാർച്ച് 7-ന് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. വനിതാ സംരംഭകർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഉൽപാദന വിതരണ രംഗത്തെ ചൂഷണം എന്നിവയിൽ നിന്നുള്ള മോചനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ചെറുകിട വനിതാ സംരംഭകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ അത് ഇന്റർമീഡിയറ്റുകാരൊക്കെ ഒഴിവാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് അർഹമായ ഒരു മൂല്യം കിട്ടുന്ന തരത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള വനിതാ സംരംഭകരുടെ തനതായ ഓരോ ജില്ലയ്ക്കും അവരുടേതായ പ്രധാനപ്പെട്ട രുചികളെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിലൂടെ ഈ സംരംഭകർക്ക് ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷയും ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ ഒരു സേഫ് ടു ഈറ്റ് എന്ന ഒരു ആശയപ്രകാരം ഉപഭോക്താക്കളുടെ ഒരു ന്യൂട്രീഷൻ സെക്യൂരിറ്റി വരെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഇവരുടെ പ്രോഡക്ട്സ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പിങ്ക് സ്റ്റോർ എന്ന ഒരു കൺസെപ്റ്റ് ടേസ്റ്റ് ഓഫ് കേരള എന്ന ബ്രാൻഡിൽ നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. വീസോ, പ്രവാസി ചേംബർ ഓഫ് കൊമേഴ്സ്, വെൽഫെയർ ഫോറം, ഡിജിറ്റൽ സഖി എന്നിവ സംയുക്തമായി വ്യവസായ വകുപ്പ്, കാർഷിക വകുപ്പ്, തപാൽ വകുപ്പ്, നാഷണൽ ബാങ്കുകൾ, ത്രിതല പഞ്ചായത്തുകൾ,
കുടുംബശ്രീ മിഷൻ, റോട്ടറി ലയൺസ് ക്ലബ്ബുകൾ, 3 സ്റ്റാർ മിഷൻ എന്നിവയുടെ സഹായ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. വീസോയിലെ വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ടേസ്റ്റ് ഓഫ് കേരള എന്ന ബ്രാൻഡിൽ പിങ്ക് ബാസ്ക്കറ്റ് സ്റ്റോറിലൂടെ കേരളത്തിലുടനീളം ലഭ്യമാക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. മാർച്ച് 7-ന് ആറാട്ടുപുഴ JMS ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന സമ്മേളനം. വീസോ സാരഥികളായ പ്രസിഡന്റ് ഐഷ മുരളി, ജനറൽ സെക്രട്ടറി ഫൗസിയ ആസാദ്, ജോയിന്റ് സെക്രട്ടറി ലളിതകുമാരി, ഖജാൻജി ബെൻസി ഷാനവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃപിതൃവേദി ആലപ്പുഴ സെയിന്റ് ജോർജ് പുത്തനങ്ങാടി യൂണിറ്റ് 2024 പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും കഴിഞ്ഞ ദിവസം നടത്തി. ഫൊറോന ആനിമേറ്റർ സിസ്റ്റർ കുസുമം റോസ് CMC പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്തു. ദൈവവേലയ്ക്കായി പോകണമെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കുറച്ചുപേര് പറയുന്നേ, ഞങ്ങളുടെ മക്കളൊക്കെ വലുതായി, ഞങ്ങൾ ഗ്രാൻഡ് പാരൻസായി, സാരമില്ല, നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടയാവട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ദൈവവിളികളുണ്ടായി. പ്രത്യേകിച്ച് മഠങ്ങളിലേക്ക്, സെമിനാറിലേക്ക് അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. മഠങ്ങളിലേക്ക് നല്ല കുഞ്ഞുങ്ങൾ വളരണം. ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഇടവൊക്കെ തന്നെ നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സഹിക്കാനിടയാവാതിരിക്കട്ടെ. നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ആശ്രമ ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും പറഞ്ഞു വിടാനായിട്ട് ഈ വർഷം നിങ്ങൾക്കാവട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ദൈവം ഇക്കാലം അത്രയും നടത്തിയതുപോലെ മുമ്പോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സക്കറിയ ജോസഫ് അധ്യക്ഷനായി. ചങ്ങനാശ്ശേരി അതിരൂപത പിതൃവേദി പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം മാർഗരേഖ പ്രകാശനം ചെയ്ത് ഫൊറോന പ്രസിഡന്റ് ജോൺ ബോസ്കോയ്ക്ക് കൈമാറി. ഫൊറോന വികാരി ഫാദർ സിറിയക്കോട്ടയിൽ നോമ്പുകാല ചിന്തകൾ പങ്കുവച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോബിൻ തൈപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിറ്റ് മാതൃവേദി പ്രസിഡന്റ് ജെയ്നി വർഗീസ്, യൂണിറ്റ് ഫൊറോന കൗൺസിലർ റോയ് പി വേലിക്കെട്ടിൽ, ഫൊറോന സെക്രട്ടറിമാരായ രാജു ജോസഫ്, ലീജ, യൂണിറ്റ് സെക്രട്ടറിമാരായ ജേക്കബ് ഫിലിപ്പ്, ജൂനിയ വി ജോസ് എന്നിവർ സംസാരിച്ചു. തിരുബാലസഖ്യം കുട്ടികളുടെ ആക്ഷൻ സോങ് സമ്മേളനത്തിന് കൊഴുപ്പേക്കി. മാന്നാർ ടൗണിന് നടുവിലെ ബഹുനില കെട്ടിടത്തിന് മുകളിൽ ചീരകൃഷി നടത്തി വിജയഗാഥ രചിക്കുകയാണ് പരിമല അഖില ഭവനത്തിൽ അനിൽകുമാർ. കുരുട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ ലക്ഷ്മി മെറ്റൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനിൽകുമാർ സ്ഥാപനത്തിന്റെ മുകൾ നിലയിൽ ഗ്രോ ബാഗുകളിലാണ് ആരെയും അമ്പരപ്പിക്കും വിധം ചീരകൃഷി നടത്തി വിജയിച്ചത്. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ മാന്നാർ ടൗണിന് നടുവിലെ ബഹുനില കെട്ടിടത്തിന് മുകളിലാണ് അനിൽകുമാർ എന്ന 57-കാരൻ്റെ കൃഷിയിടം. ഇവിടെ ലക്ഷ്മി മെറ്റൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനിൽകുമാർ കടയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന ഇടവേളകളാണ് കൃഷിക്കായി വിനിയോഗിച്ചത്. രാവിലെ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ ചീരയ്ക്കാവശ്യമായ വെള്ളം ഏറെ പണിപ്പെട്ട് താഴെ നിന്നും ബക്കറ്റുകളിൽ മുകളിലേക്ക് എത്തിക്കും. കടയിൽ തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ തൻ്റെ കൃഷിയിടത്തിൽ അനിൽകുമാർ എത്തും. ലക്ഷ്മി മെറ്റൽസ് ഉടമ സന്തോഷ് കുട്ടപ്പൻ ആവശ്യമായ പിന്തുണകൾ നൽകുന്നതിനാൽ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു വശത്ത് മാത്രം ഒതുങ്ങിയിരുന്ന കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് അനിൽകുമാറിന്റെ ശ്രമം. പയർ, പാവൽ തുടങ്ങിയ കൃഷിക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കട തുറന്നെല്ലാം ഒതുക്കി വെച്ചിട്ട് വന്നിട്ട് ഇതിൻ്റെതായിട്ടുള്ള പരിപാലനം വൈകിട്ട് അതുപോലെ ഒരു 5-5:30 ആകുമ്പോൾ വെള്ളം എല്ലാം ഒഴിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ ചെയ്യും. കൃഷിയോട് നല്ല താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ കിട്ടുന്ന സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. സമീപത്തെ സ്ഥാപനങ്ങളിലെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസം ചീര സൗജന്യമായി നൽകിയതോടെയാണ് അനിൽകുമാറിന്റെ ചീരകൃഷി പുറം ലോകം അറിഞ്ഞത്. 3 പതിറ്റാണ്ടോളം ഡ്രൈവറായും കണ്ടക്ടറായും സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്തിരുന്ന അനിൽകുമാർ 6 മാസങ്ങൾക്ക് മുമ്പാണ് ലക്ഷ്മി മെറ്റൽസിൽ ജോലിക്കായി എത്തിയത്. പരുമലയിലെ വീട്ടുവളപ്പിലും പയറും പാവലും പടവലവും ഒക്കെ സ്വന്തം ആവശ്യത്തിനായി ഭാര്യ അനിലകുമാരിക്കൊപ്പം ചെറിയ തോതിൽ അനിൽകുമാർ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ മുട്ട ഉൽപാദനം പൂർത്തിയായ ഇറച്ചി ആവശ്യത്തിനുള്ള കോഴികളെ കിലോഗ്രാമിന് 90 രൂപ നിരക്കിൽ മാർച്ച് 6 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വിൽപ്പന നടത്തുന്നു. ആവശ്യക്കാർക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്നും ടോക്കൺ എടുത്ത് കോഴികളെ വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479 24 52277, മൊബൈൽ നമ്പർ 8289 81 6339. ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഏപ്രിൽ 1 മുതൽ കരാർ അടിസ്ഥാനത്തിൽ OST വിഭാഗത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മാർച്ച് 7 രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കും. യോഗ്യത MBBS, മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, 3 വർഷത്തെ പ്രവർത്തന പരിചയം,
സൈക്യാട്രി MD അഥവാ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 65 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0478-281-2693. പത്തനംതിട്ട കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തൊഴിൽ പരിശീലനം സൗജന്യമാണ്. പ്രായപരിധി 18-നും 45-നും മധ്യേ. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994497989. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5925 രൂപ, പവന് 47,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.